എൻ്റെ പേര് മേഴ്സി, കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ ഈ വർഷം നവംബർ 11-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ മോനും മരുമോളും ലണ്ടനിലാണ്. അപ്പോൾ മോൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ മോള് പോയിട്ട് പിന്നെ ഒരു ജോലി ആയില്ല. മോള് നേഴ്സാണ്. അപ്പോൾ അവൾക്ക് നേഴ്സിംഗ് ഇതിൽ കയറിയിട്ട് വിസ എടുത്ത് മോന് നിൽക്കാനുള്ള ഇതിലായിരുന്നു മോളെ ഞങ്ങൾ ഇവിടുന്ന് ഏപ്രിലിൽ അങ്ങോട്ട് വിട്ടത്. പക്ഷേ ഒരു ജോലിയും നടന്നില്ല. ഓഗസ്റ്റ് വരെ നോക്കി കിട്ടിയില്ല. അങ്ങനെ ഓഗസ്റ്റിൽ അവൾ പിന്നെ ക്യാൻഡിൽ ലൈറ്റ് പ്രയറിന് കൊടുത്തു. ആ പ്രയർ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇരുന്നപ്പോൾ 2-ാം ദിവസം തന്നെ എൻ്റെ മോൾക്ക് ജോലി കിട്ടിയിട്ട് പക്ഷേ അതിനുശേഷം വിസയ്ക്ക് ഭയങ്കര തടസ്സമായിരുന്നു. അപ്പോൾ ഒക്ടോബർ 30-ന് മുമ്പ് ഇവർക്ക് വിസ കിട്ടുകയും ചെയ്യണം, അല്ലെങ്കിൽ അവർ ഇല്ലീഗലായി പോകും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ രണ്ടുപേരും ഒരു ഒക്ടോബർ 30-ന് മുമ്പ് ഒരാഴ്ച ഉള്ളപ്പോൾ വിസയുടെ ഇത് വന്നു, വിസയ്ക്ക് പ്രോസസ്സിങ് ആരംഭിക്കുകയാണ്. പക്ഷേ രണ്ടുപേരും കൂടെ ഇരുന്ന് അത് ചെയ്തിട്ടൊന്നും അത് റെഡിയാകുന്നില്ല. എപ്പോഴും എന്തെങ്കിലും കുഴപ്പം വന്ന് അതെല്ലാം പ്രോസസ്സിങ് എല്ലാം തിരിച്ചു വരും, ഒന്നിലല്ലെങ്കിൽ ആപ്പ് ബ്ലോക്കായി പോകും. അങ്ങനെ 28-ാം തീയതിയായി. 28-ാം തീയതി ആയപ്പോഴും രണ്ടുപേരും ലീവ് എടുത്തിരുന്നാണ് ചെയ്തിട്ടും നടന്നില്ല. അപ്പോൾ അവർ ഭയങ്കര സങ്കടത്തിൽ എന്നെ വിളിച്ചു പറഞ്ഞ്, അമ്മച്ചി ഒന്ന് നല്ലോണം പ്രാർത്ഥിക്കുക, കാരണം നാളെ ഒരു ദിവസമേ ഉള്ളൂ, ഇന്നിപ്പോൾ ആപ്പ് ബ്ലോക്ക് ആയിപ്പോയി, 24 hours ഇനി ഓപ്പൺ ആകൂ. 29-ാം തീയതി ഇവിടുത്തെ നമ്മുടെ ഇന്ത്യൻ ടൈം 9:30 ആകുമ്പോൾ ഓപ്പൺ ആകും. അന്നേരവും ഞങ്ങൾക്ക് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇല്ലീഗലാകും. അപ്പോൾ അത് ജോലിക്ക് ഒരുപാട് പ്രയാസം വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങ് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് കൃപാസനം പത്രം കിട്ടി. അപ്പോൾ അതിനകത്തൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഒരമ്മ പറയുന്ന പോളണ്ടിൽ പോയി മാതാവേ എൻ്റെ മകൻ്റെ വിസ റെഡിയാക്കി കൊടുക്കണമെന്നും പറഞ്ഞു. ഞാനും അപ്പോൾ അതുപോലെ അത് കിട്ടിയ ഉടൻ തന്നെ ആ നേരം മുതൽ 9:30 വരെയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാതാവേ, എൻ്റെ മകളുടെ പേര് നീനു എന്നാണ്, മരുമോളുടെ പേര്. എൻ്റെ മകളുടെ കൈകളിലൂടെ മാതാവ് വേണേ ആ 9:30 ആകുമ്പോൾ പ്രവർത്തിക്കേണ്ടത്. മാതാവ് അത് നടത്തിച്ച് എൻ്റെ മകൾക്കത് വിസ സബ്മിഷൻ ആകാനുള്ള കൃപ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 10 മണിയായപ്പോൾ ഫോൺ വന്ന്, അമ്മച്ചി 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ വിസ സബ്മിഷനായി കഴിഞ്ഞു എന്ന്. അവർ ഈ ഒരാഴ്ച കൊണ്ട് 2-3 മണിക്കൂർ രണ്ടുപേരും കൂടെ ഇരുന്ന് ചെയ്തിട്ട് പോലും നടക്കാത്ത കാര്യം അവൾ ഒറ്റയ്ക്ക് 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ മാതാവ് നിൻ്റെ അടുത്ത് വന്നു, അതാണിത് ചെയ്ത് കിട്ടിയത്, സബ്മിഷൻ നടന്നതെന്ന് പറഞ്ഞു. മാതാവിന് ഒരുപാട് നന്ദി. അത് കഴിഞ്ഞ് എൻ്റെ മോക്കാണെങ്കിൽ ഒരു ടാക്സിൻ്റെയൊക്കെ ഒരു ജോലി ഉണ്ടായി. 1 മാസമാണ് ജോലി കിട്ടിയത്. പക്ഷേ പിറ്റേ മാസം ശമ്പളം കിട്ടിയപ്പോൾ ടാക്സ് ഒരുപാട് പിടിച്ചവർ. വേറെ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. പക്ഷേ സത്യത്തിൽ അവൾ വേറെ ജോലിയൊന്നും ചെയ്തിട്ടില്ല. അവർക്കെന്തോ മിസ്റ്റേക്ക് വന്നത്. അങ്ങനെ ടാക്സ് ഒരുപാടായി, ശമ്പളം പകുതി പോലും കിട്ടാതെ കിടന്നു. അങ്ങനെ ഒത്തിരിയും പ്രാർത്ഥിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വിളിച്ചു പറഞ്ഞ് ടാക്സ് എല്ലാം ഡിഡക്റ്റായി, ഇനി അടുത്ത മാസം മുതൽ ഫുൾ ശമ്പളവും എനിക്ക് കിട്ടുമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി. എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അപ്പോൾ എൻ്റെ വേറൊരു മകൾ, എൻ്റെ 2ാമത്തെ മകൾ OET എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 6ാമത്തെ പ്രാവശ്യം നവംബർ 5-ാം തീയതി എഴുതി. 5 പ്രാവശ്യവും കിട്ടിയില്ല. കാരണം അവൾക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. എപ്പോഴും സ്പീക്കിങ്ങിന് എപ്പോഴും പൊയ്ക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവളും വിളിച്ചു പറഞ്ഞു, അമ്മച്ചി ഞാനും ക്യാൻഡിൽ ലൈറ്റ് പ്രയർ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് 5-ാം തീയതി അവിടെ വച്ച് പരിചയപ്പെട്ട ഒരു കൊച്ച് എനിക്ക് കൃപാസനത്തിലെ ശകലം ഉപ്പും ഒരു മാതാവിൻ്റെ ഒരു കാശ് രൂപവും തന്നിട്ട് പറഞ്ഞു, ഉപ്പ് നീ അവിടെ എവിടെയെങ്കിലും ആരും കാണാതെ കൊണ്ടുപോയി ഇട്ടിട്ട് പ്രാർത്ഥിക്കും, മാതാവ് എന്നെ ഇനി ഇവിടെ വരുത്തരുതെന്ന്. അങ്ങനെ അവളത് പ്രാർത്ഥിച്ചു. തിരിച്ച് വീട്ടിൽ വന്നു, എക്സാം എഴുതി വന്ന് പറഞ്ഞ്, അമ്മച്ചി ഒരുപാട് പ്രയാസമായിരുന്നു, ഇപ്രാവശ്യം കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് പ്രാർത്ഥിക്കാം, മാതാവ് എന്തെങ്കിലും ചെയ്തു തരാതിരിക്കില്ല. പക്ഷേ എൻ്റെ മോള് പാസ്സായി. നവംബർ 22-ന് റിസൾട്ട് വന്നു, മോള് പാസ്സായി. ഞാനിവിടെ നവംബർ 11-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. ഇതെല്ലാം ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നേ വിചാരിച്ചു എൻ്റെ ഈ കാര്യങ്ങളെല്ലാം നടക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറയുമെന്ന്. എനിക്കിപ്പോഴും ഓരോ കാര്യങ്ങൾ എന്നെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് സാക്ഷ്യം പറയാനുള്ള അവസരം എനിക്ക് ഇനിയും കിട്ടും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഒത്തിരിയും കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അമ്മ മാതാവിന്, ഈശോ എനിക്ക് എൻ്റെ അമ്മ മാതാവ് വഴി തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് ജിബിൻ. ഞാൻ എടത്വ പാണ്ടങ്കരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്. അന്ന് ഞാൻ മാതാവിനോട് എനിക്ക് ഈ പ്രത്യേക അനുഗ്രഹം തന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് നേർന്നിരുന്നു. ഞാൻ 2018 BCom പാസ് ഔട്ടായ ആളാണ്. ഞാൻ അതിന് ശേഷം ഞാൻ CMA എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ബേസ്ഡ് കോസ്റ്റിംഗ് കോഴ്സിന് ചേർന്നു എറണാകുളത്ത്. എന്നിട്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നല്ല ടഫായിട്ടുള്ള കോഴ്സാണ്. CMAയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗ്രൂപ്പേ ഉള്ള എക്സാം, എങ്കിലും
ഒരു ഗ്രൂപ്പ് പാസ്സാവണമെങ്കിൽ 6 ടോപ്പിക്ക് വരുന്നൊരു പേപ്പറാണ്. 500 മാർക്കിൽ 72% മാർക്ക് മേടിച്ചാൽ മാത്രമേ ഈ എക്സാം പാസ്സാകത്തുള്ളൂ. പോരാത്തതിന് 3 വർഷത്തിനുള്ളിൽ എല്ലാ ഗ്രൂപ്പും നമ്മൾ റിട്ടേണായി എഴുതിയെടുത്തെങ്കിൽ മാത്രമേ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്, ഇത് പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ഓവറോൾ ഈ പേപ്പറെല്ലാം കിട്ടത്തുള്ളൂ, CMA ക്വാളിഫൈഡ് ആകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ക്ലാസ്സിൽ നിന്ന് തിരിച്ച് ഹോസ്റ്റലിലേക്ക് ഒരു ദിവസം പോകുമ്പോഴത്തേക്ക് പെട്ടെന്നായിട്ട് ഒരു വയറുവേദന വരികയും അപ്പൻഡിക്സ് ആണെന്ന് തിരിച്ചറിയുകയും അത്യാവശ്യമായിട്ട് പിറ്റേന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്യേണ്ടി വന്നു. അങ്ങനെ എൻ്റെ അവസാനത്തെ 2 മാസം, 10 മാസം ഉള്ള ക്ലാസ്സിൽ അവസാനത്തെ 2 മാസം മെയിൻ ക്ലാസ് എനിക്ക് മിസ്സായി. ഈ ക്ലാസ് മിസ്സായതിന് ശേഷം വീട്ടിൽ വന്ന് പഠിക്കാൻ പറ്റുന്നില്ല. അതിന് ശേഷം സിലബസ് മാറിയപ്പോഴും നമുക്ക് നേരത്തെ പഠിപ്പിച്ചിരുന്ന ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ടോപ്പിക്കല്ല, കുറച്ച് വ്യത്യാസമൊക്കെ വന്നു. അപ്പം എക്സാംസ് എഴുതുന്നു, പാസ്സാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് 2019 അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കൃപാസനത്തിൽ. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, എടാ നീ സാക്ഷ്യം പറയാവുന്ന നേരെ നീ പാസ്സാകും. ഞാൻ അന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ എന്നെ CMA പാസ്സാക്കുവാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന്, ഞാൻ ആദ്യമായിട്ടാണ് കൃപാസനത്തിൽ നിന്ന് വരുന്നത്, ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, അകത്ത് കയറിയിട്ടില്ല, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് മാതാവിൻ്റെ അടുത്ത് നേർന്നു. ഞാനത് ഇനി എക്സാമിന് പോയി. എക്സാമിൻ്റെ 100 MCQ ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ ഏകദേശം 1.5 മിനിറ്റ് സമയം കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് തീർക്കണം കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറിൽ 20 ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യണം 3 മണിക്കൂർ ഉള്ള MCQ സെക്ഷനിൽ. എങ്കിൽ മാത്രമേ 1 മണിക്കൂറുള്ള എസ്സേ എനിക്ക് ഓപ്പണായി കിട്ടത്തുള്ളൂ. പക്ഷേ ആദ്യത്തെ 40 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ 10 ക്വസ്റ്റ്യൻ തികച്ചിട്ടില്ല. ഏതാണ്ട് 7-8 ക്വസ്റ്റ്യനെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും ഒരു 70 ക്വസ്റ്റ്യനിൽ കൂടുതൽ എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഈ എക്സാം ജയിക്കത്തില്ല. വീട്ടുകാരുടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു, നാട്ടുകാർ പാസ്സാകുന്നില്ല എന്ന ചോദ്യം, എൻ്റെ ബാക്കിയുള്ള സ്ട്രെസ്സ്, വീട്ടിൽ ഞാൻ 12 മണിക്കൂറിനടുത്ത് ഒരു ദിവസം ഇരുന്ന് പഠിക്കുന്നതാണ്. പകൽ പുറത്തെങ്ങും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഞാൻ കുറച്ച് നേരം പള്ളിയിൽ പോയി കളിക്കും. നമ്മുടെ പള്ളി അടുത്ത് തന്നെയാണ്. അവിടെ പോയിട്ട് തിരിച്ചു വന്ന് വൈകിട്ട് 8 മണിക്ക് പഠിക്കാനിരുന്നാൽ പിറ്റേന്ന് രാവിലെ 8 മണിയൊക്കെ വരെ 12 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിലിരുന്നൊക്കെ പഠിക്കുന്നതാണ്. എന്നിട്ട് എക്സാംസ് ഒന്നും പാസ്സാകുന്നില്ല. അവസാനം ഈ സമയത്ത് എനിക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തോന്നി. ഞാൻ കണ്ണടച്ച്, മാതാവേ എനിക്ക് ഇതിലൊരു വഴി കാണിച്ചു തരണേ, ഇതിനെനിക്ക് ഉത്തരം തരണം, ഇല്ലെങ്കിൽ നീ ഇവിടുന്ന് എന്നെ വിളിച്ചോ എന്ന് ഞാൻ കരഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു 5 മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു 10-15ഓളം മിനിറ്റ് എനിക്ക് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സമയം സ്റ്റക്കായി പോകുന്നത് പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു 30 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടടുത്ത് ഞാൻ 10-40ഓളം ക്വസ്റ്റ്യൻ 50ഓളം ക്വസ്റ്റ്യൻ ഞാൻ വളരെ വേഗത്തിൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. അനുവദിച്ചിരിക്കുന്ന 3 മണിക്കൂർ സമയത്തിൽ ഏകദേശം 2.5 മണിക്കൂർ കൊണ്ട് ഞാൻ എൻ്റെ MCQ സെഷൻസ് പൂർത്തിയാക്കി. അപ്പം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എസ്സേ ഓപ്പണായി, എനിക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റി. ഞാൻ ഈ എക്സാമിന് പാസ്സായി. ഇതുപോലെ തന്നെ എൻ്റെ ഫൈനൽ എക്സാമിനും എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള എക്സാമായിരുന്നു. ഭയങ്കരമായിട്ട് പാടാണ്, ഒരിക്കലും ജയിക്കില്ല എന്ന് ഞാൻ തീർത്തുറപ്പിച്ചതാണ്. അപ്പോൾ ആ സമയത്തും എനിക്കിതുപോലെ ഞാൻ എക്സാം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം ഫുള്ളി CMA ക്വാളിഫൈഡ് ആണ്. പിന്നെ ഇതുപോലെ തന്നെ എൻ്റെ IELTS എക്സാമിനും പിന്നെ ഈ കാനഡയ്ക്ക് പോകുന്ന ഒരു പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി വിസ പ്രോസസ്സിങ്ങിനും ഒക്കെ ആയിട്ട് അമ്മ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ വെച്ച ഒത്തിരി പേർക്ക് റിജക്ഷനൊക്കെ വന്നു. എന്നേലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എല്ലാം റിജക്ഷൻ വന്നു. പക്ഷേ എനിക്ക് അപ്രൂവൽ കിട്ടി. എൻ്റെ IELTS ഫസ്റ്റ് ടേക്കിൽ തന്നെ എനിക്ക് എഴുതി പാസ്സാകാൻ സാധിച്ചു. ഈ മാസം അവസാനം ഞാൻ അങ്ങനെ കാനഡയിലേക്ക് പോവുകയാണ്. ഇങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞ വാക്കുപോലെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്.